കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും വമ്പന്മാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു. നമസ്കാരം, മറുപുറത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം CPM MLA ആയ സിനിമാ നടൻ മുകേഷിനെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യുകയും 3 മണിക്കൂർ ചോദ്യം ചെയ്യലിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് മുകേഷിനെതിരെ നടിയുടെ പരാതി. കേസിൽ എറണാകുളം സെഷൻസ് കോടതി മുകേഷിന് നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ CPM നേതൃത്വം എന്തുകൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ആക്ഷേപണങ്ങൾ ഉയരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുയായി ആയതുകൊണ്ടാണ് മുകേഷിനെ CPM സംരക്ഷിക്കുന്നതെന്നുള്ള അടക്കം പറച്ചിലുകൾ മുന്നണിയിൽ നിന്നും പിന്നണിയിൽ നിന്നുമുണ്ട്. ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. അപ്പോഴും ഘടകകക്ഷികളിൽ നിന്നടക്കം ആവശ്യം ഉയർന്നിട്ടും മുകേഷിന് കുടചൂടി നിൽക്കുക മാത്രമാണ് CPM ചെയ്തത്. CPMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജിവെക്കേണ്ടതില്ലെന്നും പകരം നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കി നിർത്താനുമായിരുന്നു തീരുമാനിച്ചത്. ഈ തീരുമാനത്തിനെതിരെ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതേസമയം മുകേഷിന്റെ രാജിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പ്രതികരിച്ചു. രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷിന്റെ ഔചിത്യമാണെന്നും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് മുകേഷിന് മാത്രം അറിയുന്ന കാര്യമാണെന്നും ധാർമ്മികപരമായി അവനവനാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും PK ശ്രീമതി വ്യക്തമാക്കി. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത്. മറ്റ് പല ഘടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം. നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും. പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവ്വം അവനവന്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ്. അതാണ് അതിന്റെ ഭംഗി. ഇവിടെയും മുകേഷിനെതിരെ പാർട്ടിപരമായ തീരുമാനങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എവിടെയും തൊടാതെ എല്ലാം സ്വയം അങ്ങ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും ഒഴിഞ്ഞുമാറി. എന്നാൽ CPMന് ധാർമ്മികത ഇല്ലാത്തതുകൊണ്ട് മുകേഷിന്റെ രാജി പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ധാർമ്മികത ഉണ്ടെങ്കിൽ ലൈംഗികാരോപണ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ വിട്ട സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കുകയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കുകയാണ് വേണ്ടത്. ഇപ്പം പിന്നെ CPMന് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ധാർമ്മികമായ അറസ്റ്റ് വരെ കഴിഞ്ഞ സാഹചര്യത്തിൽ ധാർമ്മികമായി അത് ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക്. CPMന്റെ MLA ആയതുകൊണ്ട് തന്നെ മുകേഷിന് ഇനിയും CPM കുടചൂടി തന്നെ നിൽക്കുമെന്നതിൽ യാതൊരു സംശയവും ഇനിയും വേണ്ട. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.